ഭാര്യയുടെ സഹോദരനാണ്. എനിക്ക് തോന്നിയ കഴിഞ്ഞ 10 വർഷമായിട്ട് അറിയാം. അവരും നല്ല ആക്റ്റീവ് പയ്യനായിരുന്നു. എൻ്റെ അപ്പൻ സർവീസിരിക്കുവാണ് മരിച്ചത്. അത് കഴിഞ്ഞ ശേഷം പുള്ളി മരിച്ചിട്ട് 3 വർഷമായി. അപ്പം എനിക്ക് അപ്പൻ മരിച്ചതിന് വർഷമായപ്പോഴത്തേക്ക് ഏതൊരു കൂട്ടുകാരൻ പറഞ്ഞത് പൈസ ജോലിയിലേക്ക് സമയമായിട്ട് പൈസ ഇല്ലാത്ത പുള്ളി ആരുടെ കൂട്ടുകാരുണ്ട് മൊബൈലിൽ ഗെയിമുണ്ട്, പൈസ കളിച്ച് കിട്ടുമെന്ന് പറഞ്ഞപ്പം ഇപ്പം ഞങ്ങളെ പേപ്പർ എഴുതിയിരിക്കുന്നുണ്ട്. ആദ്യം ഗെയിം കളിച്ചിട്ട് 4500 രൂപ കിട്ടിയിരുന്നു. പിന്നെ പുള്ളിയെ ഗെയിമിന് അഡിക്റ്റായി. പിന്നെ വീട്ടുകാരെയും തന്നെ പൈസ ഒക്കെ മേടിച്ചു. വീട്ടുകാരെയും എല്ലാവരെയും പൈസ ഒക്കെ മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ സ്കൂളിൽ ജോലിക്ക് ഒരു സമയത്ത് ഇവിടെയുള്ള ടീച്ചർമാരോടൊക്കെ പൈസ ചോദിച്ചു. എല്ലാവരും അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടുന്ന് അവൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഞങ്ങളിവിടെ വന്നു. പുള്ളി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ എല്ലാം 3 മാസത്തോളം പുള്ളി ലീവിലായിരുന്നു. അത് കഴിഞ്ഞൊരു ഒരാഴ്ച പുള്ളി വീണ്ടും കയറിയിട്ട് ജോലി കയറിയിട്ട് അന്നേരം വീട്ടിൽ നിന്നൊരു ചെറിയ ഫോണാണ് ഞങ്ങൾ കൊടുത്തു വിട്ടത്. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അവന് ഇവിടെ വന്നിട്ട് ആരോട് കടം മേടിച്ചിട്ട് വീണ്ടും ഒരു ഫോൺ മേടിച്ചിട്ടുണ്ട്. വീണ്ടും ഗെയിം കളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ബുധനാഴ്ച എൻ്റെ കുഞ്ഞിൻ്റെ മാമോദിസയായിരുന്നു. അതിനവനെ ഇവിടുന്ന് പത്തനംതിട്ടയ്ക്ക് വന്നായിരുന്നു. മാമോദിസയ്ക്ക് കൂടി അന്നുമായിട്ട് ഇവിടെ തിരിച്ചു വന്നു. ഇന്നലെ വൈകിട്ട് ഞങ്ങളെല്ലാം വിളിച്ചായിരുന്നു. അപ്പം വയനാട്ടിൽ ഒരു കല്യാണമുണ്ട്, ആ കല്യാണത്തിന് പോകണം. എനിക്ക് 2500 രൂപ വേണമെന്ന് ഇന്നലെയും ചോദിച്ചു. അപ്പം ഞങ്ങൾ അവൻ്റെ അമ്മയോട് അന്വേഷിച്ചപ്പം അമ്മ പറഞ്ഞു വേണ്ട, കൊടുക്കണ്ട, കല്യാണത്തിന് കൊടുക്കണ്ടേ.